വെൽക്കം ടു കീം മാത്തമാറ്റിക്സ് ക്ലാസ്. 2022 കീം എക്സാമിന് നടന്ന മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസാണ്. പാർട്ട് 13 ആണ്. ഇതിനു മുമ്പ് 52 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ലൈൻസ് 2x മൈനസ് 3y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0, 9x മൈനസ് 5y പ്ലസ് 14 ഈസ് ഈക്വൽ ടു 0 ആൻഡ് 3x മൈനസ് 7y പ്ലസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ആർ കൺകറൻറ്റ്, ദെൻ ദ വാല്യൂ ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു. അപ്പോൾ 3 ലൈൻസ് കൺകറൻ്റ് ആകുമ്പോൾ അത് ഇൻ്റർസെക്റ്റ് അറ്റ് എ സിംഗിൾ പോയിൻ്റ്. കൺകറൻറ്റ് ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ സിംഗിൾ പോയിൻ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഓഫ് കൺകറൻറ്റ് ലൈൻസ് ഈസ് 0. കൺകറൻറ്റ് ലൈൻസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്, കോഎഫിഷ്യൻസിൻ്റെയും കോൺസ്റ്റൻറ്റിൻ്റെയും ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻസ് ആദ്യത്തെ ലൈനിൻ്റേത് 2ഉം -3യും പിന്നെ കോൺസ്റ്റൻറ്റ് ടൈം 5 ആണ്. രണ്ടാമത്തേത് 9 - 5 14, മൂന്നാമത്തെ ലൈനിൻ്റേത് 3 - 7 ലാംഡ. അപ്പോൾ ഇത് ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് 0 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 2 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ വാല്യൂ -5 ലാംഡ -7 ഇൻറ്റു 14 മൈനസ് സെക്കൻഡ് അടുത്തതാകുമ്പം മൈനസ് എടുക്കണം, മൈനസ് ഇൻറ്റു -3 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തു. ബാക്കി 9 ലാംഡ -3 ഇൻറ്റു 14 പ്ലസ് ലാസ്റ്റ് എലമെൻറ്റ് പ്ലസ് 5 ഇൻറ്റു ആ റോയും കോളവും മാറ്റി ബാക്കിയുള്ളത് -9 ഇൻറ്റു -7 -5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 2 ഇൻറ്റു -5 ലാംഡ പ്ലസ് 98 വരും. 2 മൈനസ് ഉള്ളതുകൊണ്ട് ഇതിന് 2 മൈനസ് വന്നു, ഇത് +3 വരും. 9 ലാംഡ -42 -63, 2 മൈനസ് ആയതുകൊണ്ട് ഇത് +15 എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ -10 ലാംഡ പ്ലസ് 98 ഇൻറ്റു 2 കൊണ്ട് അകത്തേക്ക് ഇൻറ്റു ചെയ്യുന്നു. -10 ലാംഡ പ്ലസ് 98 ഇൻറ്റു 2 196 പ്ലസ് 27 ലാംഡ -3 ഇൻറ്റു 9 3 ഇൻറ്റു 42 126 പ്ലസ് 5 ഇൻറ്റു -16 പ്ലസ് 15 എന്ന് പറയുമ്പോൾ -48. അപ്പോൾ ഇവിടെ ലാംഡ ഉള്ള ടേംസ് -10 ലാംഡയും 27 ലാംഡയും 17 ലാംഡ എന്ന് കിട്ടുന്നു. സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ, പിന്നെ 196ഉം -126ഉം 70 വരും. 5 ഇൻറ്റു -48 -240 വരും. അപ്പോൾ 17 ലാംഡ പ്ലസ് 70 -240 -170 ഈസ് ഈക്വൽ ടു 0. 17 ലാംഡ ഈസ് ഈക്വൽ ടു 170, ലാംഡ ഈസ് ഈക്വൽ ടു 170/70 ഈസ് ഈക്വൽ ടു 10. ഇനി ഇത് തന്നെ ഡിറ്റർമിനൻറ്റ് ഉപയോഗിക്കാതെയും ചെയ്യാം. ആദ്യത്തെ ലൈനിൻ്റെ ഇക്വേഷനും രണ്ടാമത്തെ ലൈനിൻ്റെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ എക്സിൻ്റെ വൈയുടെ മാത്രം വാല്യൂ കിട്ടും. ആദ്യത്തെ ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 18x - 27y + 45 ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് ലൈനിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18x - 10y + 28 ഈസ് ഈക്വൽ ടു 0. തേർഡ് ഇക്വേഷനിൽ നിന്ന് ഫോർത്ത് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സിൻ്റെ ടേംസ് ക്യാൻസലായി പോകും. -27 -10y എന്ന് പറയുമ്പോൾ +10y ആകും. അപ്പോൾ -17y എന്ന ആൻസർ കിട്ടും. 45 - 28 17 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ +17 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -17 ആകും. വൈയുടെ വാല്യൂ -17/-17 1 എന്ന് കിട്ടുന്നു. ഈ വൈയുടെ വാല്യൂ ഇക്വേഷൻ 1-ലോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2x - 3 + 5 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. കാരണം വൈയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കുന്നു. 2x -3ഉം +5 ആകുമ്പോൾ 2x + 2 ഈസ് ഈക്വൽ ടു 0. 2x ഈസ് ഈക്വൽ ടു -2, എക്സിൻ്റെ വാല്യൂ -2/2 -1 എന്ന് കിട്ടുന്നു. ആ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 3 ലാംഡയുള്ള ഇക്വേഷനിലേക്ക് വൈയുടെയും എക്സിൻ്റെ വാല്യൂ കിട്ടിയതുകൊണ്ട് ഇനി ലാംഡയുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3x - 7y + ലാംഡ ഈസ് ഈക്വൽ ടു 0യിൽ എക്സിന് പകരം -1 ഇട്ട് കൊടുക്കുമ്പോൾ -3, വൈക്ക് പകരം +1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ -3 - 7 -10, ആ -10 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +10 ആകുന്നു. Question number 54. The points of intersection of the line y is equal to x + 2 and the circle x - 2 all square plus y square is equal to 16 r. അപ്പോൾ ഒരു സർക്കിളും ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അതായത് ഇപ്പോൾ ഒരു സർക്കിളിൽ ഒരു ലൈൻ വരച്ചാൽ ആ സർക്കിളിൽ ഒരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ 2 പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x-2² + y² = 16 ആണ്. ലൈൻ അവിടെ ലൈനും സർക്കിളും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ വൈയുടെ സ്ഥാനത്ത് ലൈനിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. x-2² + s+2² = 16. ഇനി a + b² - a - b² വാല്യൂ a² + b² + 2ab a² + b² - 2ab -2ab + 2b ക്യാൻസലാകും. 2 times a² and 2 times b². 2 ഔട്ട്സൈഡിൽ എടുത്താൽ 2 × a² + b². അപ്പോൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ x-2² + s+2² വരും 2 × s². എ പാർട്ടിൻ്റെ സ്ക്വയർ പിന്നെ ബിയുടെ സ്ക്വയർ 2² = 16. അതായത് 2 × s² + 4 = 16. s² + 4ൻ്റെ വാല്യൂ 16/2 8 എന്ന് കിട്ടുന്നു. s²ൻ്റെ വാല്യൂ 8 - 4 = 4 എന്ന് കിട്ടുന്നു. അതായത് x = +or -2. അതായത് s²ൻ്റെ വാല്യൂ 4 ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +or-2 എന്ന് കിട്ടുന്നു. s² 4 ആണ്, x +or-2 വരുന്നു. ഇനി x 2 ആയിരിക്കുമ്പോൾ ഉള്ള y-യുടെ വാല്യൂ എന്ന് പറയുന്നത് y = x + 2 ആണ്. അപ്പോൾ ഇവിടെ 2 + 2 4 വരുന്നു. x -2 ആയിരിക്കുമ്പോൾ y-യുടെ വാല്യൂ -2 + 2 0 വരുന്നു. അതായത് 2 4 -2 0 പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 55. The 3 vertices of a triangle are 0, 0, 3, 1 and 1, 3. If this triangle is inscribed in a circle, then the equation of the circle is. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് തന്നിട്ടുണ്ട്. 0, 0, 1, 1, 3 ആൻഡ് 3, 1. അപ്പോൾ അതിനെ ഈ ട്രയാങ്കിളിനെ ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്താൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ഒന്നുകിൽ x - h² + y - k² = r² വെച്ചോ, അല്ലെങ്കിൽ s² + y² + 2gx + 2fy + c = 0 വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 0, 0യിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് എക്സിന് 0 വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ എല്ലാ ടേംസും ക്യാൻസലായി പോകും. x 0 y 0 2gxലെ x 0 2fyലെ y 0. അപ്പോൾ ആൻസർ സിയുടെ വാല്യൂ 0 എന്ന് കിട്ടുന്നു, ഒറിജിനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി സിയുടെ വാല്യൂ 0 ആയതിൻ്റെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് s² + y² + 2gx + 2fy + fy = 0 എന്ന് വരുന്നു. ഇനി 1, 3യിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് എന്തെഴുതാം? എക്സിന് പകരം 1 എഴുതാം, വൈക്ക് പകരം 3 എഴുതാം. 3യുടെ സ്ക്വയർ 9. 2gx എന്ന് പറയുമ്പോൾ എക്സിന് പകരം 1 വരുമ്പോൾ 2g. അതുപോലെ വൈക്ക് പകരം 3 കൊടുക്കും. 2 × 3 6 f = 0. അപ്പോൾ 2g + 6f = -10 എന്ന് എഴുതാം. 1 + 9 10. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ g + 3f = -5. ഇതവിടെ കിടന്നോട്ടെ, ഇക്വേഷൻ 1. ഇനി നമുക്ക് 3, 1 അതായത് എക്സിന് പകരം 3യും വൈക്ക് പകരം 1 ഇട്ട് കൊടുക്കുക ഇക്വേഷൻ. കാരണം 3, 1 എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ 9 വരും, വൈക്ക് പകരം 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2gx എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ 6g പ്ലസ് വൈക്ക് പകരം 1 ഇട്ട് കൊടുക്കുന്നു 2f = 0. ഇവിടെ 6g + 2f എന്ന് പറയുന്നത് -10 എന്ന് വരുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3g + f = -5 എന്ന് വരുന്നു. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. അതായത് നമുക്ക് ഇക്വേഷൻ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് 3g + 9f = -50. ഇനി ഇക്വേഷൻ 2 - 3. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 3 സബ്ട്രാക്ട് ചെയ്താൽ 3g - 3g 0, f - 9f എന്ന് പറയുമ്പോൾ -8f, -15 -5 -15 -5 -15 +15 ആകുമ്പോൾ ആൻസർ 10 എന്ന് വരും. എഫിൻ്റെ വാല്യൂ 10/-8 എന്ന് കിട്ടുന്നു.
ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5/-4 എന്ന് കിട്ടുന്നു. ഇനി എഫിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അതായത് 6g + 2f = -10 എന്നതിൽ ഇട്ട് കൊടുക്കാം. 6g + 2f, എഫിന് പകരം 2 × 5/-4 = -10. ഇത് ക്യാൻസൽ ആകുമ്പോൾ 5/-2 6g എന്ത് വരും? 6gയുടെ വാല്യൂ -10. ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആകും, +5/2 എന്ന് വരും. 2 കോമൺ എൽസിയം ആയിട്ട് എടുക്കാം. 2 × -20 + 5/2 എന്ന് വരും. -20 + 5 -15/2 വരും. ജിയുടെ വാല്യൂ കിട്ടി, -15/2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇനി ഇത് 6gയുടെ വാല്യൂ ആണ് -15/2. അപ്പോൾ ജിയുടെ വാല്യൂ -15/2 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, × 6 എന്ന് കിട്ടുന്നു ഡിനോമിനേറ്ററിൽ. ഇനി രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ്, മുകളിലത്തെ 15നെയും താഴത്തെ 6നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -5/2 6 എന്നുള്ളത് 2 ആകുന്നു. അപ്പോൾ -5/4 എന്ന് ജിയുടെ വാല്യൂ കിട്ടുന്നു. ഇനി ഈ ജിയുടെ വാല്യൂ നമുക്ക് എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, ജിയുടെ വാല്യൂയും കിട്ടി. ഇനി എഫിൻ്റെ വാല്യൂയും ജിയുടെ വാല്യൂയും സെയിം ആണ്, -5/4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് x² + y² + 2gx. 2gxന് വരും 2 × ജിയുടെ വാല്യൂ 5/-4 ആണ്, ആ മൈനസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2fy, എഫിന് പകരം -5/-4, ആ മൈനസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2ഉം 4ഉം ക്യാൻസൽ ആകുന്നു, അപ്പോൾ 5/2x. ഇവിടെയും 2ഉം 4ഉം ക്യാൻസൽ ആകുന്നു, -5/2 y = 0. 2 കോമൺ ആയിട്ട് എല്ലാ ടൈമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2x² + 2y² -5x -5y = 0 എന്ന് കിട്ടുന്നു. അതാണ് ഇക്വേഷൻ. ഓപ്ഷൻ ഇ ആണ് ആൻസർ. 2021 കീം എക്സാമിന് ചോദിച്ച ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എ, ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം ലീനിയർ ബോത്ത് ഇംപ്ലൈ സീറോ ആക്സിലറേഷൻ. എ നെറ്റ് ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ്പ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ഇനേർഷ്യ മീൻസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം ലീനിയർ മോഷൻ ബോത്ത് ഇംപ്ലൈ സീറോ ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റിലിരിക്കുന്ന വസ്തുവിനോ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ലീനിയർ മോഷനിലുള്ള വസ്തു രണ്ടും സീറോ ആക്സിലറേഷനാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അനുസരിച്ച്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ അത് എ ബോഡി റിമെയിൻസ് at rest or in motion at a constant speed in a straight line unless it is acted upon by a force. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ ഒരു റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നു. മോഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മോഷൻ ചെയ്യുന്ന ബോഡി അതുപോലെ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്കിള് ഒരു ഘർഷണം, നമുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് എതിരായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വേഗത കുറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക്, ഒരു ഷെൽഫിലിരിക്കുന്ന ബുക്ക്, ആ ബുക്ക് അവിടെ തന്നെ ഇരിക്കുന്നു, നമ്മളത് കൈകൊണ്ട് വലിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുള്ളൂ. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതായത് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് ആൻഡ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ റിമൈനിങ് ഇൻ മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നു, മോഷനുള്ള ബോഡി മോഷനിൽ തന്നെയും ഇരിക്കുന്നു, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ. Statement is correct according to Newton's first law. If there is no change in velocity, acceleration is 0. അതായത് ഇവിടെ റെസ്റ്റിലിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ ഒരേ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല, അപ്പോൾ ആക്സിലറേഷൻ 0 ആയിരിക്കും.
സെക്കൻഡ് ബി പാർട്ട് എന്ന് പറയുന്നത് എ നെറ്റ് ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ്പ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അനുസരിച്ച് ബോഡി യൂണിഫോം മോഷനിൽ തന്നെ തുടരും, മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ യൂണിഫോം മോഷൻ എന്നുള്ള ആ മോഷൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. അപ്പോൾ ഇവിടെ യൂണിഫോം മോഷനിൽ തന്നെ തുടരാനായിട്ട് നെറ്റ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. This statement is incorrect. According to Newton's first law, a body in uniform motion will stay in uniform motion unless acted upon by a net force. നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്തില്ല എങ്കിൽ യൂണിഫോം മോഷനുള്ള ബോഡി യൂണിഫോം മോഷനിൽ തന്നെ തുടരുന്നു. അപ്പോൾ നോ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷൻ നിലനിർത്താൻ നെറ്റ് ഫോഴ്സ് വേണ്ട. അതിൽ നിന്ന് മാറ്റം വരുത്താനായിട്ടാണ് ഫോഴ്സിൻ്റെ ആവശ്യം വരുന്നത്. ഇനേർഷ്യ മീൻസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതായത് ചേഞ്ച് ചെയ്യുന്നതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇനേർഷ്യ. അതായത് ഒരു ബോഡി റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി കാണിക്കുന്നു, മോഷനിലുള്ള ബോഡി മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി കാണിക്കുന്നു, അതാണ് ഇനേർഷ്യ. അപ്പോൾ അത് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. This statement is correct. Inertia is the tendency of an object to resist changes in its state of motion. ഒബ്ജക്റ്റിന് അതിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിന് റെസിസ്റ്റ് ചെയ്യുന്നു. അതായത് റെസ്റ്റിൽ തന്നെ തുടരാനും മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി. അടുത്തത് ഡി. The rate of change of momentum is proportional to the applied force. ഇത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. According to Newton's second law of motion, rate of change of momentum of an object is directly proportional to the net force acting on it. Momentum is a vector quantity. Momentum is the product of mass and velocity. മാസിൻ്റെയും വെലോസിറ്റീൻ്റെയും പ്രോഡക്റ്റാണ് മൊമെൻറ്റം. അപ്പോൾ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് മൊമെൻറ്റവും വെക്റ്റർ ക്വാണ്ടിറ്റി.